ഞാൻ AJ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഈ കണ്ടത് നമ്മുടെ നനകിഴങ്ങാണ് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പടവലത്തിൻ്റെ കൃഷിയുടെ വീഡിയോയുമായിട്ടാണ്. ഇത് നമ്മുടെ പടവലം നട്ട ഉടനെയുള്ള ഒരു പരിചരണമാണ് കേട്ടോ, നമ്മുടെ മോളുടെ ഭാഗമായിട്ട്. ഇപ്പോൾ ഇതുപോലെ നന്നായി കായ്ച്ചു കിടക്കുന്നതാണ് കേട്ടോ നമ്മുടെ പടവലം. ഇത്ര നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിലും പടവലങ്ങയൊക്കെ നന്നായി പൂ വിരിയുകയും കാ പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇലകളൊക്കെ ഇതുപോലെ മഴവെള്ളം ചാടി ഇലകളാൽ നന്നായിട്ട് അഴുകിപ്പോയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈച്ചയുടെ ശല്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഈച്ച ഒരു പടവലങ്ങയെ മാത്രം ആക്രമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഒരു കേടുപാടുകളോ ഒന്നും നമുക്ക് ഇപ്പോഴത്തെ ഈ കൃഷിയിൽ കാണാനില്ല കേട്ടോ. പിന്നെ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഈ മഴമറയ്ക്കകത്തൊന്നുമല്ലാതെ ഇതുപോലെ പടവലങ്ങ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ചുവട്ടിൽ എനിക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ അല്പം കോഴിക്കാഷ്ടമോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് മണ്ണ് നന്നായി കൂട്ടിക്കൊടുക്കും. കൂടെ നമ്മുടെ കമുകിൻ്റെ ഓലയൊക്കെ പുതയായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പം മണ്ണ് തള്ളി നമ്മുടെ ചെടിയുടെ ചുവട് നഷ്ടപ്പെടാതെയും അതിൻ്റെ ചുവട്ടിലെ വളം ഒഴുകിപ്പോകാതിരിക്കാനൊക്കെ അത് സഹായിക്കും. അതോടൊപ്പം നന്നായിട്ട് നമുക്കറിയാം, ഈ ഇലയിൽ പച്ച പുഴുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പുഴുക്കളെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നതാണ്. പക്ഷേ ഈ പെരുമഴക്കാലത്ത് നമുക്കിതൊന്നും സാധിക്കില്ല. അതുപോലെ കൂട് കൊടുത്താൽ ഈച്ചശല്യം നമുക്ക് വേണമെങ്കിൽ ഒരു പരിധിവരെ ഒഴിവാക്കാം. കനത്ത മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ അധികം കീടബാധകൾ ഒന്നും വരാറില്ല, ഈച്ചശല്യം പോലും നമുക്ക് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ കൂട് പോലും കൊടുക്കാതെ ഈ കായ്കളെ ഓരോന്നിനെയും ഇട്ടിരുന്നത് കേട്ടോ. വളരെ സന്തോഷം നൽകിയൊരു കൃഷിയായിരുന്നു കേട്ടോ ഈ പെരുമഴക്കാലത്ത് ഈ പടവലം കൃഷി. കൂട്ടുകാരെല്ലാവരും പടവലം തൈ കിട്ടും, നമുക്ക് നടാനൊക്കെയുള്ള സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും നടുക. ഓണം ആകുമ്പോഴേക്കും നമുക്ക് വിളവൊക്കെ എടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനൊരു ചുരക്ക കൂടി നട്ടിരുന്നു. പക്ഷേ ചുരക്കയിൽ പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, കായ്ഫലമൊന്നും ആയിട്ടില്ല കേട്ടോ. ഈ കൊച്ചു വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. വീണ്ടും നല്ലൊരു പുതിയ വീഡിയോയുമായി വരും വരെ ഓക്കെ, ബൈ.